വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും വിചാരിച്ചു ഇന്ന് ഈവനിങ് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കുറേ ദിവസം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ചൂണ്ടയിടാൻ പോകണം, ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ എത്തിപ്പെട്ടത് വളരെ സുന്ദരവും മനോഹരവും അതിവിശാലവുമായ വെള്ളാണിക്കൽ കായലിലാണ് കേട്ടോ. ഓരോരുത്തരും അവരവർക്ക് വേണ്ട സ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി പിടിച്ച് അവിടെ ഇരുന്ന് തുടങ്ങി. ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു, അവധി ദിവസമായതുകൊണ്ട് ഒത്തിരി പേര് തന്നെ ഉണ്ടായിരുന്നു. മീൻ പിടിക്കാനും ചൂണ്ടയിടാനും വലയിടാനും ഒക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് ആണെങ്കിൽ മീൻ പിടിക്കാൻ വലിയ മെഷീനും വലയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അവിടെ ചെറിയ നൂലും ചെറിയ കൊളുത്തൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ജസ്റ്റ് കുറേ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേണ്ടതും അതായിരുന്നു. ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, കാഴ്ചകളൊക്കെ കാണുക, കുറച്ച് നേരം ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതും പിന്നെ മീൻ പിടിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി പ്ലേസാണ്. നമുക്ക് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ് നമ്മൾ വെള്ളാണിക്കൽ കായൽ എന്ന് പറയുന്നത്. ഭയങ്കര നല്ല രസമാണ് കാണാൻ. നമുക്ക് പാട്ട് കേട്ടിരിക്കാൻ സമാധാനമായിട്ട് പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അതിനിടയ്ക്ക് സൂക്ഷിക്കുകയും വേണം, കാരണം വെള്ളത്തിൽ വീണ് പോയാൽ നല്ലോണം ആഴമുണ്ട്. ഞങ്ങളങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഒരാൾ തോണി തൊഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഓൾറെഡി അവിടെ വലി പിടിച്ചിട്ടിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ അതിൽ മീൻ കയറിയിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാരണം നീലക്കായൽ, പച്ച മരങ്ങൾ, നീലാകാശം, അതിൻ്റെ എല്ലാത്തിൻ്റെയും നടുക്ക് ഒരു ചുമന്ന കുഞ്ഞു തോണി കാണാൻ ഭയങ്കര നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക വൈബായിരുന്നു. വളരെ വിദഗ്ധമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒരു സൈഡിൽ എൻ്റെ അനിയനും ഒരു സൈഡിൽ എൻ്റെ കെട്ടിയവനും നിൽക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് നിൽക്കുക കേട്ടോ, ആർക്ക് ഫസ്റ്റ് കിട്ടും ആർക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് ഓർത്തിട്ട്. ഇതാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മണ്ണിര കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ ഒത്തിരി മണ്ണിര കാണുമെങ്കിലും ഇന്നൊരു ആവശ്യത്തിന് നോക്കിയപ്പോൾ ഒരൊറ്റ മണ്ണിര പോലും ഇല്ലായിരുന്നു. അവസാനം കുത്തിപ്പറക്കി എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന മണ്ണിരകളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. കിട്ടിയ മണ്ണിരകളെ ഞങ്ങൾ ഓരോന്നായിട്ട് കോർത്ത് കായലിലേക്ക് ഇടാൻ വേണ്ടി തുടങ്ങി. പക്ഷെ നിർഭാഗ്യവശാൽ മീനുകൾക്ക് മണ്ണിനെ കിട്ടി, പക്ഷെ നമുക്ക് മീനിനെ കിട്ടിയില്ല. അങ്ങനെ രണ്ടും കൂടെ തോറ്റു തുന്നമാടി രണ്ടും ഒരു സൈഡിൽ പോയി ഇരിപ്പുണ്ട്. എന്തായാലും മീൻ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ വെച്ച് എന്നാൽ പിന്നെ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് കേട്ടോ. അങ്ങനെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. അങ്ങനെ വെള്ളാണിക്കൽ കായലിൽ മീനിനെ പിടിക്കാൻ വേണ്ടി പോയ ഞങ്ങൾ തൽക്കാലം മീനിൻ്റെ വിശപ്പടക്കിയിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു പോരുന്ന വഴി ഞങ്ങൾ കിരീടം പാലത്തിലൂടെ കയറിയിട്ടാട്ടോ പോകുന്നത്. കിരീടം മൂവി ഷൂട്ട് ചെയ്ത ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്, അതുകൊണ്ടാണ് ഇതിനെ കിരീടം പാലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.